പോകുന്ന വഴിക്ക് നമ്മളൊരു ബാർബർ ഷോപ്പ് കണ്ടാണ് കേട്ടോ. ഗോട്ടോ ബാർബർ എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. ഇവിടെ അതിന്റെ പ്രൈസ് എഴുതിയിട്ടുണ്ട് പുറത്ത് കണ്ടോ. കട്ടിങ്ങിന് ഇവർ വാങ്ങുന്ന ചാർജ് എന്ന് പറയുന്നത് 4900 യെന്നാണ് കേട്ടോ. ഏകദേശം 2500 രൂപ ആയി. കളറിങ്ങിന് 8500. മുടി വെട്ടാൻ ഈ സ്ട്രീറ്റിലെ കടയുണ്ടോ. നമ്മുടെ നാട്ടിലും ഈ വലിയ വലിയ മാളുകളിലും വലിയ വലിയ ബ്രാൻഡ് ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്രയും പൈസ ആവാറുണ്ട്. ഇവിടെ ഈ സ്ട്രീറ്റിലെ ഈ കടയിൽ തന്നെ ഇന്ത്യൻ രൂപ 2500 രൂപയാവും മുടി വെട്ടാൻ. അപ്പോൾ നമ്മൾ ഇന്നും ജപ്പാനിലെ ടോക്കിയോയിലെ ടോഷിമ സിറ്റിയിലെ ഇക്കുബുക്കുറു സ്റ്റേഷനടുത്ത് നമ്മൾ താമസിച്ച അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. ഇന്ന് നമ്മൾ ടോക്കിയോ സിറ്റിയിൽ 1-2 പ്ലാനുകൾ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ കുറച്ചപ്പുറത്ത് കുറേ മഞ്ഞ ടീഷർട്ട് ഇട്ട ആൾക്കാരെ കാണുന്നുണ്ട് കേട്ടോ. നമുക്കെന്തായാലും ഇന്നത്തെ ദിവസം തുടങ്ങുമ്പോൾ തന്നെ നല്ലൊരു വൈബ് കിട്ടിട്ടോ. തുടങ്ങാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രാവിലെ അല്ല കേട്ടോ. ആക്ച്വലി ഹലോ, സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞിട്ടോ. നമ്മളിന്ന് കുറച്ച് അലക്കാനൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ അതൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ പുറത്തിറങ്ങിയത്. എന്താ പരിപാടി എന്ന് ചുമ്മാ ഒന്ന് വന്നു നോക്കിയതാണ്. അപ്പോൾ ദാ ചേച്ചിയോട് ചോദിക്കുന്നുണ്ട് എന്താണെന്നോ എന്താ സംഭവം. ഇതൊരു സ്ട്രീറ്റ് പാർട്ടി പോലെ ഒരു പരിപാടിയെന്ന് പറഞ്ഞു. 4 വർഷമായിട്ട് കോവിഡുകാരൻ 4 വർഷമായിട്ട് എല്ലാ വർഷവും നടത്തുന്നതാണ് ഓട്ടത്തില്. അപ്പൊ അവര് പറഞ്ഞത് ഈ 4 വർഷമായിട്ട് ഇത് നടത്തിയിട്ടില്ല. 4 വർഷം കൂടി ആദ്യമായിട്ട് അത് ചെയ്യുന്നത്. വെറുതെ പാർട്ടി നെയ്വേഴ്സിലാണ് ഗെറ്റ് ടുഗദർ ചെയ്തിട്ട് അങ്ങനെ ഒരു പാർട്ടി 2 മണി ഫുഡുണ്ട്, നമുക്ക് വാങ്ങിക്കാം. പൈസ കൊടുത്ത് വാങ്ങണല്ലേ? പൈസ കൊടുത്ത് വാങ്ങണം. ഫ്രീ കിട്ടുമൊന്നുമില്ല. പിന്നെ നെയ്ബേഴ്സിലാണ് ഗെറ്റ് ടുഗദർ ചെയ്തിട്ട് ഒരു ഗെറ്റ് ടുഗദർ ഈ ഒരു ഏരിയയിലുള്ള ആൾക്കാരുടെ ഈ ബ്ലോക്ക് തൊട്ട് ആ ബ്ലോക്ക് വരെയുള്ള അവിടെ ബ്ലോക്ക് പാർട്ടികൾ ഞങ്ങൾക്കൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ആ ബ്ലോക്കിലുള്ള ആൾക്കാരാണ് വന്നിറങ്ങിയിട്ട് ഫുഡൊക്കെ വെച്ചിട്ട് അവിടെ വെറൈറ്റി ആയിട്ടുള്ള ആൾക്കാരില്ലേ, വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ഗെറ്റ് ടുഗദർ അങ്ങോട്ടും ഇങ്ങോട്ടും നോ ഈച്ച് അതർ. വർഷത്തിലൊരിക്കൽ നമ്മളീ പറഞ്ഞ ഈ ഓട്ടത്തിനിടയ്ക്ക് നമ്മൾ നെയ്ബേഴ്സ് കാണുന്നില്ല. ഒരു ചില്ല് ഒരു 12 മണിക്ക് മുമ്പ് തന്നെ ബീർ കൂടി തുടങ്ങി. അറിയാലോ. ഇവിടെ കണ്ടോ കുറച്ച് കാർഡ്സ് ഒക്കെ വെച്ചിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. ഇത് കുട്ടികൾക്കുള്ളതാണ് കേട്ടോ, ചെറിയ കുട്ടികൾക്കുള്ളതാണ്, ഫോർ കിഡ്സ്. ഓക്കെ. ഇവിടെ എന്തോ ഒരു ഭക്ഷണമൊക്കെ തയ്യാറാക്കാനുള്ള സംഭവമൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. താൽക്കാലികമായിട്ടുള്ള അടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അതായത് ഈ ഒരു സ്ട്രീറ്റിന്റെ ആ അറ്റം മുതൽ പിന്നെ ഈ ഒരു അറ്റം വരെയുള്ള ആളുകളിൽ മാത്രം ഒരു പാർട്ടിയാണ്, ഓട്ടം പാർട്ടിയാണെന്നാണ് പറഞ്ഞത്. ഇപ്പൊ തന്നെ ഫസ്റ്റ് പരിപാടിയായിട്ട് അവരൊക്കെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ബിയർ അടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എന്തോ ഒരു സംഗതി പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തോ ഒരു ഫുഡായിരിക്കും അത്. എല്ലാവരും പൈസ കൊടുത്തിട്ട് തന്നെ വാങ്ങുക കേട്ടോ. ഇവര് മൊത്തത്തിൽ ഫുഡ് അറേഞ്ച് ചെയ്തതല്ല, എല്ലാവരും പണം കൊടുത്തിട്ട് ഫുഡ് വാങ്ങി കഴിക്കുന്ന പരിപാടികളാണ്. ഈ ഭാഗത്ത് വേറെ എന്തൊക്കെ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്തോ കോട്ടൺ ക്യാൻഡി, നമ്മുടെ മറ്റേ പഞ്ചാര മുട്ടായി ഇല്ലേ, ഇത് ഇവിടെ 2-3-4 കുറച്ച് അമ്മൂമ്മമാരിരുന്നിട്ട് കോട്ടൺ ക്യാൻഡി കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അവരൊക്കെ മുട്ടായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോയ ഒരു അവസ്ഥയിലാണ് കണ്ടോ. അമ്മൂമ്മയൊക്കെ ഇരുന്നിട്ട് കോട്ടൺ ക്യാൻഡി കഴിക്കുന്നുണ്ടോ. അതുപോലെ ഇവിടെ ഡ്രിങ്ക്സ്. ഹലോ, ഹായ്. ഡ്രിങ്ക്സ് ഇവിടെ അവസാനിക്കുന്നില്ല. ആ ഭാഗത്തേക്ക് വേറൊരു ഗ്രൂപ്പ് അവിടെയും ഇതുപോലെ തന്നെ കുറച്ച് താൽക്കാലികമായിട്ടുള്ള ഈ പന്തൽ പോലെ ഇട്ടിട്ട് അവിടെയും ഒരു ഗ്രൂപ്പ് ആഘോഷം നടക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും വർഷത്തിലൊരിക്കൽ ഇവരുടെ ഈ അയൽക്കാരെല്ലാം കാണുന്ന ഒരു പരിപാടിയാണ്. ഫുഡ് കിട്ടി. അങ്ങോട്ട് പോയപ്പോ അവര് ചോദിച്ചു ഫുഡ് വേണം ചോദിച്ചു. ഫുഡ് മിച്ചിരിപ്പുണ്ടായിരുന്നു. ആണോ? ഞാൻ നമുക്ക് 3 ഫുഡ് വാങ്ങിച്ചു. അത് ശരി. എന്താ സംഭവം? ഫ്രൈഡ് നൂഡിൽസ് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തത്. ട്രൈ ചെയ്ത് നോക്കാം. 200 yen വെച്ച് 600 yen. ഇദ്ദേഹം കേട്ടോ നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. ഇദ്ദേഹം അമേരിക്കയിൽ വന്നിട്ടുള്ളതാണല്ലേ? പുള്ളി അവിടെ ജോലി എക്സ്ചേഞ്ച് ആയിട്ട് പുള്ളിയുടെ 3 വർഷം നോർത്ത് ബ്രൂക്ക് ഞങ്ങൾ താമസിക്കുന്ന ഒരു അടുത്ത പ്രദേശത്ത് വന്ന് താമസിച്ചിട്ടുള്ളത്. അതല്ല പുള്ളി നല്ല ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. പുള്ളി ആക്ച്വലി ഇവിടെ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. ഇത് ഓർഗനൈസ് ചെയ്യുന്ന കമ്മിറ്റിയിലൊക്കെ ഉള്ള ആളായിരിക്കും. പുള്ളി വോളണ്ടിയറിങ് ചെയ്യുന്ന ആളാണ്. അതായത് പുള്ളി ഈ സ്ട്രീറ്റിൽ താമസിക്കുന്ന ആളല്ല, 2-3 സ്റ്റോപ്പ് അപ്പുറത്താണ്. പക്ഷേ ഈ ഭാഗത്തൊക്കെ ഈ ഗാർബേജ് ഒക്കെ പെറുക്കുക അങ്ങനെയുള്ള വോളണ്ടിയറിനൊക്കെ പുള്ളി വരാറുണ്ട് ഇത്രേ. അപ്പൊ ഈ പ്രോഗ്രാമിനും പുള്ളി വളരെ ആക്റ്റീവായിട്ടുള്ളതാണ്. എവിടെയും നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ ഇത് ഇവരുടെ ഒരു ഇവരുടെയൊക്കെ ടീഷർട്ടിലൊക്കെ കാണാനുണ്ട് ഈ ഒരു സംഗതി. അതിൻ്റെ ഒരു രൂപം ഒക്കെ ഉണ്ടോ. കൊള്ളാം. കുട്ടികളൊക്കെ അതിൻ്റെ കൂടെ എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കണ്ടോ. ഈ യൂണിഫോം ഇട്ട് ആൾക്കാരൊക്കെ ഇതിൻ്റെ വോളണ്ടിയേഴ്സാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ. കണ്ടോ. ഇവിടെ ഈ ഗെയിംസ് ആണ്. ഓ
പല തരത്തിലുള്ള കളികളിലൊക്കെ ഏർപ്പെട്ടിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. താഴത്ത് കണ്ടോ എന്തൊക്കെയോ ചിത്രങ്ങളൊക്കെ വരക്കുന്നത്, കളർ ചോക്കുകൾ കൊണ്ടൊക്കെ എന്തൊക്കെയോ ചിത്രങ്ങളൊക്കെ വരക്കുന്നുണ്ട് ഇവർ. കണ്ടോ ഇന്ന് ഇതിനെല്ലാം സ്വാതന്ത്ര്യമുള്ള ദിവസമായിരിക്കും. ഇതേ ഇവിടെ ടേബിൾ ടെന്നീസ് കളിക്കുന്നുണ്ട്. ടേബിൾ ടെന്നീസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമുണ്ട്. കണ്ടോ ഇവിടെ കുറച്ച് ഇവരുടേതായിട്ടുള്ള മ്യൂസിക് ഇൻസ്ട്രുമെൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ വേറെന്തോ ഒരു ഗെയിം നടക്കുന്നുണ്ട്. ജപ്പാനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടേ രണ്ടുപേരും ഒറ്റക്ക് നിന്ന് ഫുഡ് കഴിക്കാൻ. സത്യത്തിൽ എന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നു. സ്നേഹപൂർവ്വം നമ്മളെ വിളിച്ചു വന്നതാ. അവര് ജപ്പാനീസ് കൾച്ചറാണെങ്കിൽ നമ്മളതിന് അങ്ങനെ അവരെ നോന്ന് പറയാൻ പറ്റിയല്ല. എന്താ അറിയോ, ഈ ന്യൂഡിൽസ് ഇല്ലേ, ഇത് വെള്ളരി കൊണ്ട് ഉണ്ടാക്കിയാണ്. ഞാൻ പണ്ട് മുതലേ വെള്ളരി കഴിക്കാറില്ല. ഞാൻ ഈ മട്ടരി ഇല്ലേ, അതുകൊണ്ടാ നിങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ട് വരും. ഞാനേ ആ വളവിൽ നിൽക്കാം, ആ തെങ്ങിന്റെ അവിടെ കേട്ടോ. എന്നാ ടേസ്റ്റ്, ഇടയ്ക്കിടയ്ക്ക് ഓരോ പീസ് പോർക്ക് നല്ല ടേസ്റ്റാ. എൻജോയ്. ഇവിടെ കണ്ടോ ഒരു സ്റ്റാളില് രണ്ടുപേരുണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ ഒരു ഡോക്ടറാണോ? ആ, അതായത് ഒരു ഡിവൈസ് ഉണ്ട്, അത് വെച്ചിട്ട് ഇങ്ങനെ കൈയിന്റെ സ്ട്രെങ്ത് നോക്കാം കേട്ടോ. ഇവരുടെ ഒരു ചാർട്ട് ഉണ്ട്, അതിനകത്ത് ഓരോ പ്രായമുള്ളവർക്കും എത്ര വരണം എന്നുള്ളൊരു ചാർട്ട് ഉണ്ട്. അത് വെച്ചിട്ട് അവര് നമ്മുടെ കൈയിന്റെ സ്ട്രെങ്ത് ജസ്റ്റ് ഒന്ന് നോക്കുന്നു മാത്രം, വേറെ സംഭവമൊന്നുമില്ല. നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള സ്ട്രെങ്ത് നമുക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അവർ പറഞ്ഞു തരും. ഇത് കണ്ടോ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ പിടിക്കുക. ഓൾറെഡി 40 കിടക്കുന്നു, അപ്പൊ എന്റെ 80 ആവും. അടിപൊളി. നോക്കട്ടെ. Okay. Go. Okay. Oh, great. Oh. Great. ഗ്രേറ്റ് ആണ്. എനിക്ക് ആവശ്യത്തിലുള്ള പവർ ഉണ്ട്, തെളിയിച്ചിരിക്കുകയാണ്. ഇനി ആരും പറഞ്ഞിട്ട് കാര്യമില്ല, സംഗതി പ്രൂഫാണ് ഇവിടെ. വീഡിയോ പ്രൂഫാണ്. താങ്ക് യു. അങ്ങനെ കരുത്തൊക്കെ തെളിയിച്ച് ഞങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ കുറച്ച് പേര് എന്തിനോ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു പെർഫോമൻസിന്റെ സംഭവമായിട്ടാണ് തോന്നുന്നത്. കുറെ ഡ്രം പോലത്തെ സംഭവങ്ങളൊക്കെ സ്ട്രീറ്റിൽ കൊണ്ട് നിരത്തി വെച്ചിട്ടുണ്ട്. അവരിങ്ങനെ യൂണിഫോം ഒക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഞാൻ പോയി പറയാം, അത് വേഗമായിട്ടൊന്ന് പറയാം. ആയിക്കോട്ടെ, നമുക്ക് പോയിട്ട് പരിപാടി ഉണ്ട്. നമുക്കിന്ന് ടോക്കിയോ പോയിട്ട് ഒത്തിരി കാണാൻ കാഴ്ചകളുണ്ട്, നമുക്കിവിടെ അധികം നിൽക്കുന്ന സമയമില്ല. നിങ്ങൾ പോയി പറയും, ഞാൻ ആ കാര്യം നിങ്ങളെ വീട്ടിലും വിളിച്ച് പറയാം. പറയാൻ പോയേക്കുവാണ്. നല്ല സുഹൃത്താ, കൂടെ കൊണ്ടുപോകാൻ പറ്റിയ പാർട്ടിയാ. ഇത് കണ്ടോ എത്ര പ്രായമായിട്ടുള്ള ഒരാളാണെന്ന് നോക്കിയേ, ആ സൈക്കിളിൽ പോകുന്നത്. നല്ല പ്രായമുണ്ട് അദ്ദേഹത്തിന്. കണ്ടോ എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളും ഇവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു വാഹനമാണ് സൈക്കിള്. അദ്ദേഹം പോകുന്നുണ്ടോ. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കുറേ അമ്മച്ചിമാരൊക്കെ പുറത്ത് വന്നിരുന്നിട്ട് ചില്ല് ചെയ്യുന്നുണ്ട്. അതിലൊരാളും സൈക്കിളിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. കണ്ടോ അവരെ പരിപാടി തുടങ്ങാൻ വൈകും കേട്ടോ. അപ്പം ഞാനിവിടെ ഉള്ളൊരു കൺവീനിയൻസ് സ്റ്റോറിൽ കയറിയിട്ട് ചെറിയൊരു ഫുഡ് വാങ്ങിച്ചു. കുറച്ച് റൈസ് ഉണ്ട്, പിന്നെ ചിക്കൻ ഉണ്ട്, പൊട്ടറ്റോ ഉണ്ട്, ജിഞ്ചർ ഉണ്ട്. എന്തായാലും ഞാൻ ഇത് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവരുടെ പരിപാടി സ്റ്റാർട്ടാവും കേട്ടോ. ഇത് കണ്ടോ ഒരു വാക്കറാണ് കേട്ടോ, ഒരു അമ്മൂമ്മ അതിങ്ങനെ പിടിച്ചിട്ടാണ് നടന്ന് ഇങ്ങോട്ട് വന്നത്. വീൽസ് ഉള്ളതല്ലേ, അപ്പോൾ അതിന് ബ്രേക്കൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു സംഭവം ഇതിവിടെ കൊണ്ടുവച്ചിട്ട് അതൊരു സീറ്റും കൂടിയാണ് കേട്ടോ, ഒരു ചെയറും കൂടിയാണ്. ഈ പരിപാടിൻ്റെ അവിടെ വരെ നടന്ന് വന്നിട്ട് പിന്നെ അമ്മൂമ്മ അതിങ്ങനെ വെച്ചിട്ട് അതിൽ കയറിയിരുന്നു. ചെയറും കൂടിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു വാക്കറാണ് കേട്ടോ. അടിപൊളി സംഭവം. പരിപാടികൾ കഴിഞ്ഞിട്ടില്ല, പക്ഷേ നമ്മൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അവിടെ ഇപ്പോൾ പാട്ടും പരിപാടികളും ചില ഗെയിമുകളൊക്കെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാണ്.
നമ്മളിനി ഇക്കബുക്കുറു സ്റ്റേഷനിൽ നമ്മൾ ഇക്കബുക്കുറു സ്റ്റേഷനിലേക്ക് പോവാണ്. അവിടുന്ന് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകണം. പോകുന്ന വഴിക്ക് നമ്മളൊരു ബാർബർ ഷോപ്പ് കണ്ടാണ് കേട്ടോ. ഗോട്ടോ ബാർബർ എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ പ്രൈസ് എഴുതിയിട്ടുണ്ട് പുറത്ത് കണ്ടോ. കട്ടിങ്ങിന് ഇവർ വാങ്ങുന്ന ചാർജ് എന്ന് പറയുന്നത് 4900 യെന്നാണ് കേട്ടോ. ഏകദേശം 2500 രൂപ ആയി. കളറിങ്ങിന് 8500. മുടി വെട്ടാൻ ഈ സ്ട്രീറ്റിലെ കടയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലും ഈ വലിയ വലിയ മാളുകളിലും വലിയ വലിയ ബ്രാൻഡ് ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്രയും പൈസ ആവാറുണ്ട്. ഇവിടെ ഈ സ്ട്രീറ്റിലെ ഈ കടയിൽ തന്നെ ഇന്ത്യൻ രൂപ 2500 രൂപയാകും മുടി വെട്ടാൻ. ഇന്നലെ വൈകിട്ട് റൂമിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് നല്ല തണുപ്പായിരുന്നു കേട്ടോ. റേച്ചേട്ടൻ അത് കണ്ടിട്ട് മുൻകൂട്ടി കണ്ടിട്ട് ഇന്ന് ജാക്കറ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങള് ഫുൾ സ്ലീവ് പോലും അല്ല. രാത്രി ചിലപ്പോ കഷ്ടപ്പെടും. എനിക്കെപ്പോഴും പ്ലാനും പദ്ധതിയും ഉണ്ട്. ചിലപ്പോ വൈകുന്നേരം പെരും ചൂടായിരിക്കും. പിന്നെ അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു ബാധ്യതയാവും. കൈപ്പിടിക്കും ബാധ്യതയാവുമല്ലോ. അത്രേ ഉള്ളൂ. അപ്പോ ഈ ഫെസ്റ്റിവൽ നടക്കുന്നത് ആ സ്ട്രീറ്റിൽ തന്നെയാണ് കേട്ടോ. സ്ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ റോഡ് തന്നെയാണ്. പിന്നെ ഇവിടെ ആയതുകൊണ്ട് കാര്യമായിട്ട് വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏത് റോട്ടിൽ വേണമെങ്കിലും വലിയ ഫെസ്റ്റിവൽ നടന്നല്ലേ. ഒരു പ്രശ്നമില്ല. അതെ, ഇവിടുത്തെ മെയിൻ റോഡിൽ പോലും വലിയ വലിയ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാൻ പറ്റും. നമ്മൾ ആദ്യമായിട്ട് ഈ ഇക്കബുക്കുറു സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ തന്നെ ഒരു സംഭവം ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. ഒരു വലിയൊരു സ്ട്രക്ചറാണ്. ഒരു ബിൽഡിംഗ് അല്ല, ഒരു ടവർ അല്ല. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഒരു ബിൽഡിംഗ് ആണെങ്കിൽ നമ്മൾ ഒരു വിൻഡോ എങ്കിലും കാണുമല്ലോ. അപൂർവമായിട്ട് അവിടെ ഇവിടേക്ക് വിൻഡോ പോലെ സംഭവം ഉണ്ടെന്നല്ല. അത് വിൻഡോ അത് ലൈറ്റ്സ് ആണ് കേട്ടോ. വിൻഡോകൾ കാണാനില്ല. ഏറ്റവും മുകളിലുണ്ട് ഒരു 3-4 വിൻഡോ, വേറെ ഒന്നും കാണാനില്ല. അപ്പോൾ അത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് ടോഷിമ ഇൻസിനറേഷൻ പ്ലാന്റ് ആണ് കേട്ടോ. അതായത് നമ്മുടെ ഈ ഗാർബേജ് വേസ്റ്റ് കത്തിച്ച് ഭസ്മമാക്കി കളയുന്ന പ്ലാന്റാണ്. ഈ ഭാഗത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏകദേശം 400 ടണ്ണ് വേസ്റ്റ് ഒരു ദിവസം ഈ പ്ലാന്റിൽ അവർ കത്തിച്ച് കളയുന്നുണ്ട് കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു സ്മെല്ലോ ബുദ്ധിമുട്ടുകളോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. 210 മീറ്ററാണ് ഈ ഒരു ഇൻസ്റ്റലേഷൻ പ്ലാന്റിൻ്റെ ഹൈറ്റ് കേട്ടോ. ഇപ്പോഴാണ് ആ സംഗതി മനസ്സിലായത്. കുറേ പ്രാവശ്യമായിട്ട് നമ്മളിങ്ങനെ ആലോചിക്കുകയാണ് ഇത് എന്തായിരുന്നു എന്ന്. നമ്മളങ്ങനെ ഇക്കബുക്കുറുന്ന് മെട്രോയിൽ കയറിയിട്ട് ഹരാജുക്കു എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഇറങ്ങി. സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിട്ടോ. പിന്നെ കുറച്ച് മുന്നോട്ട് നടന്നിട്ട് ഇവിടെ നമ്മളൊരു പാർക്കിൽ വന്നു. യോയോഗി പാർക്ക് എന്ന് പറയുന്ന പാർക്കാണ്. ജാപ്പനീസ് ജനങ്ങൾ ഇങ്ങനെ ഒഴുകുന്ന സ്ഥലമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇന്ന് ഹോളിഡേ കൂടി ആയതുകൊണ്ട് എല്ലാവരും പുറത്താണുള്ളത് അല്ലേ. എല്ലാവരും ഉണ്ട് ഇവിടെ. എല്ലാവരും ഉണ്ട്. ഭയങ്കര ലൈവായിട്ടൊരു സ്ഥലം, അടിപൊളി സ്ഥലം. പിന്നെ ഇന്നത്തെ ക്ലൈമറ്റും അടിപൊളിയാണ്. പാർക്കിലേക്ക് എൻട്രി ചെയ്തത് മുതൽ ഓരോ ഭാഗത്തായിട്ട് ഓരോ ഗ്രൂപ്പുകൾ ഇങ്ങനെ മ്യൂസിക്കൊക്കെ വെച്ചിട്ട് ഡാൻസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ കേട്ടോ. പാട്ടുകളാണ് വെച്ചേക്കണം. അതുകൊണ്ട് നമുക്കത് കറക്റ്റായിട്ട് ഇടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അപ്പോൾ നമ്മളെന്തായാലും അതൊക്കെ കുറച്ച് നേരം കണ്ടോണ്ട് നിന്നു. അവരുടെ ഡാൻസൊക്കെ നല്ല പ്രായമുള്ള ആൾക്കാരൊക്കെ അടിപൊളിയായിട്ട് അതെ അതെ. പക്ഷെ ഇവരുടെയൊക്കെ ബോഡി സെറ്റ് അല്ലേ, എല്ലാം നല്ല സ്ലിം ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള മനുഷ്യന്മാരാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ കുറച്ച് നേരം കണ്ടുകൊണ്ട് നിന്നതിന് ശേഷം ഇപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നു. ഈ സീസൺ ചേഞ്ച് ആവുന്നത് നമുക്ക് ഇവിടുത്തെ മരങ്ങളുടെ ഇലകളുടെ കളറ് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. കളർ വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ പാർക്കിൻ്റെ കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ ഒരു വിശാലമായ ഒരു ലോൺ ഉണ്ട് കേട്ടോ, ഒരു പുൽത്തകിടി. അവിടെ ഒരുപാട് ഫാമിലീസൊക്കെ അങ്ങനെ പിക്നിക്കൊക്കെ പോലെ അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡോ അതല്ലെങ്കിൽ ചെറിയ രീതിയിൽ കുക്കിങ്ങൊക്കെ ചെയ്തിട്ട് ഭക്ഷണം കഴിച്ച് ഓരോന്നൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ചില്ല് ചെയ്തിരിക്കുന്നുണ്ട്. എന്തായാലും ജാപ്പനീസ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഹോളിഡേ. ഞങ്ങളങ്ങനെ കുറച്ച് നേരം അവിടുത്തെ ആ കൊട്ടൊക്കെ കേട്ടിട്ട് അങ്ങനെ അവിടെ ആ ഒരു ബെഞ്ചിലിരുന്നു കേട്ടോ. അതിനുശേഷം കുറച്ച് അപ്പുറത്തിൻ്റെ ഒരു സ്റ്റെപ്സ് ഇങ്ങനെ കാണാൻ കേട്ടോ. എങ്ങോട്ടാണെന്നറിയില്ല, കുറേ സ്റ്റെപ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചുമ്മാ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി. ഇങ്ങനെ വരുമ്പോൾ ഇതൊരു ബ്രിഡ്ജാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാകുന്നത് ആക്ച്വലി ഇത് ഈ റോഡ് ആൾക്കാർക്ക് നടന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. വിശാലമായ ബ്രിഡ്ജ്, നല്ല മനോഹരമാണ്. ഈ ചുറ്റും ഈ ഒരു മരങ്ങളുള്ളത് കൊണ്ടേ അത് ഈ ബ്രിഡ്ജിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ ഭംഗി ഭയങ്കരമായിട്ട് കൂട്ടുന്നുണ്ട്. നമുക്ക് എന്തായാലും അപ്പുറത്തേക്കൊന്ന് പോയി നോക്കാം അല്ലേ. എല്ലാവരും നടക്കുന്നുണ്ട്, നമുക്ക് നടക്കാം. ഞാൻ കാപ്പിക്കട നോക്കി നടക്കുക. കാപ്പിക്കട? സ്റ്റാർബക്സ് കാപ്പി കുടിക്കണം. ആണോ? സ്റ്റാർബക്സിന് ആണോ? കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ. എന്നാ നോക്കാം. ഒരു ആവശ്യത്തിൽ കൂടുതൽ ഫുഡ് വെച്ചെന്ന് ക്ഷീണം. ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷെ ഒരു ഭംഗി നോക്കി ഈ പാലത്തിന്റെ ഈ മരങ്ങളുള്ളതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ.
ഇത് കണ്ടോ, ഈ താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്കൊരു 6 ലൈനാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അത്യാവശ്യം വലിയ റോഡാണ്. പക്ഷേ അതിനകത്ത് കൂടി പോകുന്ന വണ്ടികൾ നോക്കിയേ, എപ്പോഴും പറയുന്ന പോലെ വളരെ അപൂർവമായിട്ട് മാത്രമേ വണ്ടികളുള്ളൂ, വളരെ കുറച്ച്. പക്ഷേ നടക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ ഈ വഴി നടന്നിട്ട് പോകുന്നുണ്ട്. ഇന്ന് മൊത്തത്തിലൊരു സെലിബ്രേഷൻ മൂഡാണ് കേട്ടോ. നമ്മൾ ആ ബ്രിഡ്ജിൻ്റെ ഈ അറ്റത്ത് എത്തിയപ്പോഴേ താഴേക്ക് നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരുപാട് ഈ സ്ട്രീറ്റ് ഫുഡ് കൗണ്ടറുകൾ കുറേ എണ്ണുണ്ട് ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് വേറെ കുറേ കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ. മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കുറേ ടേബിളും ചെയറൊക്കെ നിരത്തിയിട്ടിട്ട് ആൾക്കാർ ഇന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടു കേട്ടോ. ഒരുപാട് ഷോപ്പുകളുണ്ട്, പലതരം ഭക്ഷണ സാധനങ്ങളും മറ്റു പല ഐറ്റങ്ങളൊക്കെ വിൽക്കാൻ വെച്ചേക്കണം. കുറേ കടകൾ ഇങ്ങനെ ഇതുപോലത്തെ വണ്ടികളിലാണ് കേട്ടോ, ഫുഡ് ട്രക്ക് എന്നൊക്കെ പറയില്ല. അതുപോലെ ഇവിടെ വന്നപ്പോൾ വേറൊരു സംഗതി കണ്ടു. അരോമ ബോഡി വർക്കർ അസോസിയേഷനാണ് ഇവരുടെ മസാജിങ്. അതായത് 20 മിനിറ്റ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് 1000 yen. അതിൻ്റെ പലതരത്തിലുള്ള മസാജിങ് ഉണ്ട് കേട്ടോ. ഉള്ളിൽ അവിടെ ഒരു കൈ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഹെഡ് മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള മസാജുകൾ ആളുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരവിടെ പോയി? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് കണ്ടോ, ഇതൊക്കെ വിൽക്കാൻ പറ്റിയ സംഭവങ്ങളാണ്. പലതരത്തിലുള്ള ചോപ്പ് സ്റ്റിക്സും പാത്രങ്ങളും എന്തൊക്കെയോ ഉണ്ട്. നമ്മൾ തേടി വന്ന കാപ്പിക്കട ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങൾ പറഞ്ഞ സ്റ്റാർബക്സ്. ടേസ്റ്റിംഗ് ഈസ് ഫ്രീ. കോഫി ബീൻസിൻ്റെ സെയിൽസാണ്. അപ്പോൾ അവർ അവരുടെ കോഫി ബീൻസ് ഉപയോഗിച്ചിട്ടുള്ള കോഫി ഇവിടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരുന്ന കേട്ടോ. താങ്ക് യു. ഇത് മറ്റേ പരിപാടിയാണ്, മധുരമില്ലാത്ത പരിപാടി. ഒന്ന് ആദ്യം പറഞ്ഞോളാല്ലേ, ഞാൻ വെറുതെ അതിനകത്ത് പെടൂലല്ലോ. ഇങ്ങോട്ട് ചോദിച്ചോട്ടെ, വിഷമിക്കണ്ട. ഞാൻ കുടിച്ചോളാം. കാപ്പിയായിട്ട് സന്തോഷമായി. കാപ്പിയായിട്ട് കുടിക്കുന്നു. കുറച്ച് പഞ്ചായത്താലും അത് കാപ്പി തന്നെ. പിന്നല്ലേ കാപ്പിയുടെ പോയി ഗുണം. എനിക്ക് നിർബന്ധമില്ലല്ലോ, വേണ്ടല്ലോ. ആ കപ്പ് കൂടി ഞാൻ പിടിച്ചോടാം. താങ്ക് യു. ഇദ്ദേഹമാണ് ഇവിടുത്തെ ബ്രൂവിങ് മാസ്റ്റർ കേട്ടോ. ഇദ്ദേഹം ബ്രൂവിങ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. അതായത് ഇതിനകത്തൊരു വൈറ്റ് കാണുന്ന ഒരു ഫിൽറ്ററാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കോഫി പൗഡർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നല്ല തിളച്ച വെള്ളം അതിനകത്ത് ഇങ്ങനെ ഒഴിക്കുകയാണ്. വെള്ളം ഇവിടെ സ്റ്റൗവിൽ വെച്ചിട്ട് അവർ ചൂടാക്കും. എന്നിട്ട് അതിനകത്ത് ഒഴിക്കുമ്പോൾ ഈ കാപ്പിപ്പൊടിയിലൂടെ കടന്ന് ആ താഴത്തുള്ള ജഗ്ഗിലേക്ക് ആ കാപ്പി ഇങ്ങനെ എത്തും. അതാണ് ഇവിടെ നമുക്കിങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരുന്നത്. കഷ്ടപ്പെട്ട് കഴിക്കണ കാപ്പി പിടിച്ചിട്ട് ഇങ്ങനെ ആസ്വദിക്കുന്ന പോലെ കാണിക്കണേ. ഇവിടെ ട്രാവൽ സംബന്ധമായ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബാഗും അതുപോലെ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള സംഗതികളൊക്കെ ഉണ്ട് അവിടെ. പക്ഷേ ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്നൊന്നും വാങ്ങൽ പ്രാക്ടിക്കൽ അല്ല. ഈ ബാഗിനൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ. ഈ കാണുന്ന ബാഗ് കണ്ടോ, നമ്മളിങ്ങനെ സൈഡിലിരുന്ന അരയിലൊക്കെ കിട്ടുന്ന ഒരു ബാഗ് ഉണ്ടല്ലോ, അതിന് ചെറിയ ബാഗാണത്. അതിന് ഏകദേശം 3000 മുകളിൽ ഇന്ത്യൻ രൂപ വരും കേട്ടോ. 3000 മുകളിൽ വരുന്നുണ്ട്. അതായത് ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു പക്ഷേ ഇത് ചീപ്പർ ആയിരിക്കും, പക്ഷെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ശരിക്കും എക്സ്പെൻസീവ് ആണ്. ആ പാട്ട് നടക്കുന്നതിന് ഇപ്പുറത്ത് ആ ബ്രിഡ്ജിന്റെ താഴെയായിട്ട് ഒരു പിസ്സ ഷോപ്പ് ഉണ്ട് കേട്ടോ. പിസ്സ ഷോപ്പ്, അതായത് ഒരു വണ്ടിയാണ്. അതിനകത്ത് പണ്ട് മുതലേ ഓത്തന്റിക് ആയിട്ടുള്ള പിസ്സ ഉണ്ടാക്കുന്ന വിറകിന്റെ അടുപ്പ് ഉപയോഗിച്ചിട്ടാട്ടോ അവരുണ്ടാക്കുന്നത്. നമ്മുടെ സാധാരണ റെസ്റ്റോറൻറ്റുകളിൽ പോലും ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള ബേക്കിംഗ് രീതികളിലാണ് ഉണ്ടാക്കുന്നത്. ഇവർ പക്ഷേ ഈ വണ്ടിയിലായിട്ട് പോലും ആ വിറക് ഉപയോഗിച്ചിട്ട് കത്തിച്ചിട്ടുണ്ടാക്കുന്ന ആ ഒരു ഫർണസ്, ആ ഒരു അടുപ്പ് ആ വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാക്കണം എന്നുള്ള നിർബന്ധം കൊണ്ടാണ്. അങ്ങനത്തെ പിസ്സയാണ്, അതാണ് യഥാർത്ഥ പിസ്സ. ഇങ്ങനെയുള്ള പിസ്സ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്നൊക്കെ മറ്റേ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഡൊമിനോസ് ഒന്നും ഇങ്ങനെയല്ല കുക്ക് ചെയ്യുന്നത്, ഈ ഓത്തന്റിക് രീതിയിലല്ല, കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻ അല്ലേ. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഡൊമിനോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സംഭവം. നിങ്ങൾ അവിടെ കഴിക്കാറുണ്ടോ യുഎസിൽ? ഡൊമിനോസ് ഞങ്ങൾ കഴിക്കാറില്ല. ഞങ്ങളിങ്ങനെ പിസ്സറികളിൽ പോകാറുണ്ട്. ഇപ്പോൾ ഉള്ള പിസ്സറിയ ഉണ്ട്, അതിലുള്ള സംഭവങ്ങളായിരിക്കും. നല്ലതാണോ? ഇതാണ് പിസ്സ. ശരിക്കും നല്ല വ്യത്യാസം കേട്ടോ. പിന്നെ ചിക്കാഗോ പിസ്സ ഞങ്ങൾക്ക് അവിടെ ഉണ്ട്, ഭയങ്കര തിക്കായിട്ടുള്ളതുണ്ട്. അതിനകത്ത് ഒരു പീസ് തിന്നാലും മതി ഒരു ദിവസം. അത്രയ്ക്ക് ഉള്ളുണ്ട്. അതൊന്നും അല്ല പിസ്സ, ഇതാണ് പിസ്സ. തിന്നായിട്ടുള്ള സ്ലാം ക്രസ്റ്റും അത്യാവശ്യമുള്ള ടൊമാറ്റോയും ചീസും. എനിക്ക് പുതിയ ടേസ്റ്റ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും കുത്തിയില്ല. ഇതാണ് ഒറിജിനൽ ഇറ്റാലിയൻ പിസ്സ എന്ന് പറയുന്നത്. മറ്റേതൊക്കെ നമ്മൾ മോഡിഫൈ ചെയ്തേക്കണതാണ്. നമ്മുടെ
ഓക്കെ ഇതാണ് നമ്മുടെയൊക്കെ പിസ്സ ഇറ്റലിക്കാർ ആത്മഹത്യ ചെയ്യും. അവർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ബീച്ച് ഇതിങ്ങനായി മാറുന്നല്ലേ. മാറുന്നുള്ള കാര്യം. 在調査悩み無用いや悩むよああしろこうしろ言うなよわかめは食べただけどもハゲたジャンプ避けただけどもハゲたコンディションだねコンディションとしたイメージ通りのダメージヘイヤさあみんなでプッチャヘンズ俺 പാട്ട് ഭയങ്കര കോമഡിയാണ് കേട്ടോ. ഭയങ്കര കോമഡിയാണ്. ആൾക്കാർ ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലായത് കോമഡിയാണെന്ന്. റാപ്പാണ്, ജാപ്പനീസ് റാപ്പാണ്. ജാപ്പനീസ് റാപ്പാണ്. ഒരു ഫണ്ണി ടൈപ്പ്. അതാണ്, സീരിയസ് അല്ല. അപ്പൊ എന്തായാലും പാട്ടൊക്കെ കേട്ട് അതിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടോ. ഇവിടെ വേറൊരു വൈബാണ്. ഇത് വേറൊരു സ്പെഷ്യൽ സ്ട്രീറ്റ് ആട്ടോ. ഭയങ്കര ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല തിരക്കുണ്ട്. രണ്ട് ഭാഗത്തും ഇങ്ങനെയുള്ള ഈ ഫുഡ് ഔട്ട്ലെറ്റ്സ് ആണ്. കണ്ടോ, കഴിക്കാനുള്ള സ്ഥലം സെൻട്രലിലുണ്ട്. അടിപൊളി. സൈക്കിളിൽ വന്നിട്ട് ഫുഡ് കഴിക്കാണ്. തിരക്കൊന്നും നോക്കിയേ, എന്താ തിരക്ക്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനൊരു സംഭവം കാണാം കേട്ടോ. എക്കോ സ്റ്റേഷൻ, അതായത് ഇവിടെ ഉള്ള ഉണ്ടാകുന്ന ഗാർബേജ് മൊത്തം കളക്ട് ചെയ്യാനുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. ഇത് ഒരെണ്ണമല്ല, പല സ്ഥലങ്ങളിലും ഉണ്ട്. ബോട്ടിൽസും ക്യാൻസൊക്കെ ഇടാനുള്ളതും മറ്റുള്ള തരം വേസ്റ്റ്, ഫുഡ് വേസ്റ്റ് ഇടാനൊക്കെ സെപ്പറേറ്റ് ഇത് വെച്ചിട്ട് അവിടെ ആളുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആളുകൾ ഇത് കൊണ്ടുവന്നിടുന്നത് കറക്റ്റ് അല്ലേ എന്നൊക്കെ നോക്കിയിട്ട് ഇത് നിറയുമ്പോൾ അവരൊരു വണ്ടിയിൽ കയറ്റി ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഇത് കണ്ടവർ ഈ ബോട്ടിൽസ് കൊണ്ടുവരുമ്പോൾ അതിലത്തെ ആ സ്റ്റിക്കറില്ലേ അത് പറിച്ചിട്ട് വേറെ സ്ഥലത്താണ് കേട്ടോ. ഇതിനകത്ത് ബോട്ടിൽ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ബാക്കിയുള്ള മറ്റുള്ള വേസ്റ്റുകളുണ്ട്. ഇതിനകത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓരോന്നും കറക്റ്റായിട്ട് ഇവിടെ നിന്നുകാണ്ട് ആൾക്കാർക്ക് കറക്റ്റ് പറഞ്ഞു കൊടുത്തിട്ട് കണ്ടോ ഓരോന്നും ഓരോ സ്ഥലത്ത് തന്നെ എഴുതിപ്പിക്കുന്നുണ്ട്. കണ്ടോ, ഇതെന്തോ ഒരു സംഘടന എന്തോ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഐ പ്ലഡ്ജ് എന്നൊക്കെ ഒരു സംഭവം അവിടെ എഴുതി വെച്ച് കാണാണ്ട്. ഗാർബേജ് ഇടാനുള്ള കൃത്യമായ സംവിധാനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉള്ളതുകൊണ്ട് ആൾക്കാർക്കും ബുദ്ധിമുട്ടില്ല ഇങ്ങനെയുള്ള സ്ഥലത്ത്. അല്ലെങ്കിൽ ഈ ഒരു ദിവസം തന്നെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് വലിയൊരു ക്വാണ്ടിറ്റി ഗാർബേജ് ആയിരിക്കും. അപ്പോൾ അതിങ്ങനെ കറക്റ്റ് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഓക്കെ, കുറച്ച് സമയം കൂടി അങ്ങനെ നടന്നിട്ട് നമ്മൾ ഇതിനെ പുറത്തേക്ക് വന്നു കേട്ടോ. അതിങ്ങനെ വിശാലമായിട്ട് കാണാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. ഒരുപാട് ഏരിയ ഉണ്ട്. നമ്മൾ പുറത്തേക്ക് വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ പുറത്തേക്ക് വന്ന ആ വഴി അതിൻ്റെ എൻട്രൻസ് ആയിരുന്നു. ഇതാണ് ശരിക്കും അതിൻ്റെ തുടക്കം, ആ മാർക്കറ്റിൻ്റെ കേട്ടോ. നൈറ്റ് മാർക്കറ്റ് അതിൻ്റെ പേര് കേട്ടോ. എന്തായാലും ഇവിടെ വന്നിട്ട് ആൾക്കാർ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് സംഗതി തന്നെയാണ്. നമ്മളിപ്പോൾ പുറത്തിറങ്ങി. ഇതൊക്കെ എന്ത് ക്രോസിങ്? ഇതൊക്കെ ഒരു ക്രോസിംഗ് ആണോ? ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ക്രോസിംഗ്. നമ്മൾ ഈ ഷിബുയ ക്രോസിംഗ് ഒക്കെ കണ്ട ആൾക്കാർക്ക് ഇനിയിപ്പോ ഇവിടുന്ന് 10 മിനിറ്റ് ഷിബുയ ക്രോസിംഗിലേക്ക് നമ്മളവിടുന്ന് പിന്നെ ഒരു പോഷായിട്ടുള്ള സ്ട്രീറ്റിൽ കൂടി കുറച്ച് ദൂരം നടന്നിട്ട് ഒരു വെള്ളം എന്തെങ്കിലും കുടിക്കാന്ന് വിചാരിച്ചിട്ട് ഒരു ഫാമിലി മാർട്ടിൽ കയറിയത് കേട്ടോ. അപ്പോൾ ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈ ചോറ് ഇങ്ങനെ കേക്ക് രൂപത്തിൽ ഇങ്ങനെ പാക്ക് ചെയ്തത് നമുക്ക് കിട്ടുന്നത്. കൊറിയയിൽ നിന്ന് നമ്മൾ ഒരുപാട് കണ്ടതാണ്. ഇതിനകത്ത് പല ഡിഫറെൻറ്റ് ഐറ്റംസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ സംഭവം ഇപ്പോൾ കണ്ടപ്പോൾ ഞാൻ പറയാൻ കാരണം, ഇന്ന് രാവിലെ നമ്മുടെ ആൻസൺ ബ്രോ ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിരുന്നു. പോയി വന്നപ്പോൾ പുള്ളി ഇതൊന്ന് വാങ്ങിക്കൊണ്ട് തന്നു. അപ്പോൾ രാവിലെ ഞാൻ ഇതൊരെണ്ണം കഴിച്ചു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ആ സമയത്ത് ഞാൻ അത് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. ഇത് ചോറുണ്ട്, ചോറിൻ്റെ ഉള്ളിൽ ട്യൂണ ഫിഷിൻ്റെ സംഭവങ്ങളുണ്ട്, എന്തൊക്കെയോ ചെറിയ മസാലയുണ്ട്. പിന്നെ അതിൻ്റെ പുറത്ത് നമ്മൾ കൊറിയയിലൊക്കെ കണ്ടായിരുന്നില്ല, സീവീഡിൻ്റെ ഒരു ഷീറ്റ് പോലത്തെ സംഭവം പച്ച കളറിൽ അതിൽ പൊതിഞ്ഞേക്കുവാണ്. ഇതിങ്ങനെ നമുക്ക് ഒരു ഭാഗം തുറന്നിട്ട് കടിച്ച് ഇങ്ങനെ കഴിക്കാൻ പറ്റും. സംഗതി ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴൊക്കെ ജസ്റ്റ് വാങ്ങിയിട്ട് ഒരു 4-2 ബാഗിലിട്ട് കഴിഞ്ഞാൽ 2 കഴിച്ച് കഴിഞ്ഞാൽ ശരിക്കും വിശപ്പ് മാറും, അത്യാവശ്യം വിശപ്പ് മാറും. സൂപ്പർ സാധനമാണ്. നമ്മളപ്പോൾ എന്തെങ്കിലും ഹോട്ട് ഡ്രിങ്ക് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ സെക്ഷനിൽ വന്നാൽ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പല സാധനം പരീക്ഷിച്ചു. ഹണി ടീ പരീക്ഷിച്ചു, പിന്നെ ലൈം ടീ പരീക്ഷിച്ചു. ഇത് കണ്ടോ, ചൂടുവെള്ളമുണ്ട് കണ്ടോ, ഹോട്ട് വാട്ടർ. അപ്പോൾ ചൂടുള്ള എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ഇപ്പോൾ വാങ്ങി കുടിക്കാം. നല്ല തണുപ്പുണ്ട് പുറത്ത്. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെയും ഞങ്ങളിങ്ങനെ ആ സ്ട്രീറ്റിൽ കൂടി കുറച്ച് നടന്നു കേട്ടോ. ഈവനിങ് ആയപ്പോൾ കുറച്ചും കൂടി തിരക്ക് കൂടി. അതായത് ഞായറാഴ്ചയും ജോലി ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ അവരൊക്കെ ഫ്രീ ആയിട്ടുണ്ടാവും. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് ഒരു ഭയങ്കര ഷിബുയ മോഡി മ്യൂസിക് ഫെസ്റ്റിവലോ അങ്ങനെ എന്തോ കാണാനുണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര തിരക്കുണ്ട്. അതിന് അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയ്തേക്കാണ്, ആൾക്കാരെ കടത്തുന്നില്ല. അകത്തും കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ സ്റ്റേജിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ ഏതോ ഒരു ബോയ് ബാൻഡ് ഉണ്ട്, അവർ പെർഫോം ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അതിൻ്റെ പോസ്റ്ററൊക്കെ അവിടെ കണ്ടു. നമ്മൾ തുടങ്ങിയിട്ടില്ല, പക്ഷേ ആൾക്കാർ ഇങ്ങനെ തിരക്കി കാത്തു നിൽക്കുന്നുണ്ട്. നമ്മളങ്ങനെ വീണ്ടും അവിടുന്ന് കുറേ നടന്നിട്ട് രണ്ടാമത് നമ്മൾ ഷിബുയ ക്രോസിംഗിൽ എത്തിയിട്ടോ.
ഷിബുയ ക്രോസിംഗിലേക്ക് പോയതല്ല, ആ വഴിയാണ് നമുക്ക് വരേണ്ടിയിരുന്നത്. അങ്ങനെ അത് വീണ്ടും ഒന്ന് ക്രോസ് ചെയ്തു, ജനസാഗരം ഒന്നും കൂടിയും അനുഭവിച്ചു. അതിനുശേഷം ഷിബുയ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറിയിട്ട് നമ്മൾ ഷിൻജുക്കുവിലേക്ക് വന്നിട്ടോ. ഷിൻജുക്കുവിൽ നമ്മൾ വെറൈറ്റി സംഭവം കാണാൻ വേണ്ടി വന്നതാണ്. ഞാനന്ന് കൊറിയയിൽ പോയ സമയത്ത് ഗന്നമിൽ പോയപ്പോൾ അവിടെ ഒരു 3D സൈനേജ് കാണിച്ചായിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു 3D സൈനേജ് ഏറ്റവും അടിപൊളിയായിട്ടുള്ളത് ജപ്പാനിലെ ടോക്കിയോയിലാണെന്ന്. അന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്നൊന്നും എൻ്റെ സ്വപ്നത്തിലില്ല. അപ്പോൾ നമ്മളിപ്പോൾ അന്ന് ഞാൻ ആ വീഡിയോയിൽ ജസ്റ്റ് ഒരു ഷോട്ട് കാണിച്ചിരുന്നു. ആ പൂച്ചയുടെ 3D സൈനേജ് അതിൻ്റെ താഴത്ത് നിൽക്കുകയാണ്. ഇത് കണ്ടോ, ഇത് കാണാൻ ഇവിടെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ താഴത്ത് ഇങ്ങനെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഈ സൈനേജ് കാണാൻ വേണ്ടി തന്നെ വരുന്നുണ്ട് അല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഒരു പൂച്ച വരും, ആ പൂച്ചയാണ് ഹൈലൈറ്റ്. ബാക്കി സമയങ്ങളിൽ ചില പരസ്യങ്ങളും മറ്റൊക്കെ വരുന്നുണ്ട്. പൂച്ച വരുമ്പോൾ ഒരു വെറൈറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് പൂച്ച ഒരു ഹോളിൽ കൂടി അങ്ങോട്ട് ഉള്ളിലേക്ക് തല ഇട്ട പോലെ ഉണ്ടാവും കേട്ടോ. ആ സമയത്ത് തല ഇപ്പുറത്തെ സ്ക്രീനിലാണ് കാണുക. അത് ഇനി വരികയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നേരത്തെ ഞാൻ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്തില്ല. അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ താഴത്തൊരു ക്രോസിംഗ് ഉണ്ട്, റോഡ് ക്രോസിംഗ് ഉണ്ട്. അവിടെ നല്ല തിരക്കാണ്. ഇവിടെയൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇന്ന് ഹോളിഡേ കൂടി ആയതുകൊണ്ട് എല്ലായിടത്തും തിരക്ക് ഭയങ്കരമാണ് കേട്ടോ. ഇപ്പൊ കണ്ടോ, പൂച്ച ചുമ്മാ കടന്നിട്ട് ഇങ്ങനെ കാലിലൊക്കെ നക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കണ്ടോ, ഇതയാള് വീണ്ടും വന്നു കേട്ടോ. പറന്നു പോവുകയാണല്ലോ, ഗ്രാവിറ്റി ഇല്ലാത്ത സ്ഥലം. ഓ, അകത്തേക്ക് പോയി. ഇനി മോളിൽ നിന്ന് വരും കേട്ടോ. അതാ വന്നു. ഇത് കണ്ടോ, അതിനകത്തൊരു തല ഇട്ട് കഴിഞ്ഞാൽ ഇപ്പുറത്തെ ബോട്ടിലെ തല കാണാം കേട്ടോ. കണ്ടോ, തല ഇവിടെയാണ്. ഇവിടെ ഒരു ഹോളിൽ കൂടി തല ഇട്ടേക്കാണ്. അത് ഇവിടെ ഇപ്പുറത്ത് വേറൊരു ബോട്ടിൽ നമുക്ക് കാണാൻ പറ്റും. കാണാൻ സമ്മതിക്കില്ല, അപ്പോഴത്തേക്ക് പരസ്യം വരും. പരസ്യം നിർത്തി വെക്കാൻ പറഞ്ഞല്ലോ. ഇവിടെ കോടിക്കണക്കിന് ഈ എന്നെ മുടക്കിയത് പരസ്യം കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. പൂച്ചേനെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. പൂച്ചേന്റെ മേമ്പടി മാത്രമേ ഉള്ളൂ. ആ, പൂച്ചേനെ നമ്മളെന്താ വെച്ചാൽ ഈ ടൂറിസ്റ്റുകളെ നിർത്താനേ, നമ്മളവിടെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഇടക്കിടക്ക് പൂച്ച വരച്ചു വരുന്നത്. അപ്പൊ ഇനി നമ്മൾ നമുക്ക് പോവാം, തിരിച്ച് നമ്മുടെ ഹോം ടൗണിലേക്ക് പോവാം. എന്താ സ്റ്റേഷന്റെ പേര്? മറന്നു. തിരുമേനി മറന്നു. ഇക്കുബുക്കുറു. എന്താ ഇവിടെ നിൽക്കണേ? വീട്ടിൽ പോയി കൂടെ? നിങ്ങളെ ചുമ്മാ ടോക്കിയോയിലേക്ക് ഒന്ന് വന്നതാ. ആണോ? നമ്മളങ്ങനെ നമ്മുടെ തറവാട്ടിലെത്തി. ഇക്കബുക്കുറു. ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന അറിയാതെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന 3 യുവാക്കളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് പിന്നെ നമ്മളൊരു ഗെയിം സെന്ററിൽ പോയിട്ടോ. ഗെയിം സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് ബിൽഡിങ് മൊത്തം ഗെയിംസ് ആണ്. ഞങ്ങൾ അതിന്റെ ഫസ്റ്റ് മുതൽ 5th ഫ്ലോർ വരെ പോയി. എല്ലായിടത്തും പലതരത്തിലുള്ള ഗെയിംസ് ആട്ടോ. ചില ഗെയിംസ് കണ്ടു കഴിഞ്ഞാൽ മനുഷ്യന്മാരെന്നല്ല കളിക്കുന്നതെന്ന് തോന്നുന്നു, റോബോട്ട്സ് എന്ന് തോന്നുന്നു. അത്ര ഫാസ്റ്റ് ആയിട്ടൊക്കെ കളിക്കുന്നത്. അവന്മാരൊക്കെ സ്ഥിരമായിട്ട് അവിടെ തന്നെ ആയിരിക്കും മിക്കവാറും. എന്തായാലും അതൊക്കെ കുറേ നേരം കണ്ടു നിന്നു കേട്ടോ. അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ സ്ട്രീറ്റ് കൂടി കുറേ നടന്നു. അത്യാവശ്യം തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. തണുപ്പ് കുറച്ച് കൂടിയപ്പോൾ ഞങ്ങളൊരു ഫാമിലി മാർട്ടിൽ കയറിട്ടോ. ഈ ഹോട്ട് ഡ്രിങ്ക്സ് ഉണ്ടാവില്ലേ, ചൂടുള്ള ഡ്രിങ്ക്സ് വിൽക്കുന്ന ആ ഒരു ഷെൽഫിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ചെറിയൊരു ചൂട് കിട്ടും. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് ചൂടൊക്കെ കൊണ്ട് വീണ്ടും കുറേ നടന്നു. ഡിന്നർ കഴിക്കണം. ഇവിടെ എന്താണെന്നറിയോ, എവിടെ നോക്കിയാലും റെസ്റ്റോറൻറ്റ്സും പലതരത്തിലുള്ള ഫുഡുകളായതുകൊണ്ട് ഭയങ്കര കൺഫ്യൂഷനാണ്. റോഡ് സൈഡിൽ കാണുന്ന സകലമാന മെനു വായിച്ചു നോക്കിയിട്ട് അങ്ങനെ നടന്ന് ലാസ്റ്റ് ഇപ്പോൾ ഒരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റ് അല്ലേ, മെക്സിക്കൻ റെസ്റ്റോറൻറ്റിൽ വന്നു കേട്ടോ. ഇവിടെ ടാക്കോസ് പറഞ്ഞ സംഭവമാണ് കേട്ടോ. അത് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്.
അപ്പൊ നമ്മുടെ ഫുഡ് വന്നു കേട്ടോ. ടാക്കോസ് എന്നുള്ള പേര് കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു ഇതെവിടെ കേട്ടിട്ടുണ്ടല്ലോ എന്നൊരു ഓർമ്മ. അപ്പോൾ നമ്മൾ ഇവിടെ ഒക്കിനാവിൽ ഈ സംഭവം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതല്ല, വേറൊരു ടൈപ്പായിരുന്നു. ശരിക്കും ഇതാണ് ടാക്കോസ് കേട്ടോ. ടാക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രഡീഷണൽ മെക്സിക്കൻ ഡിഷാണ്. അതിൻ്റെ ഒരു മെയിൻ സാധനം ഒരു കോൺഫ്ലവറോ അല്ലെങ്കിൽ ഗോതമ്പ് മാവോ കൊണ്ടുണ്ടാക്കുന്ന ചപ്പാത്തി പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ ബീഫ് ഇങ്ങനെ നമ്മൾ കീമ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ചെറിയ ചെറിയ കുഞ്ഞു ഇതാക്കിയിട്ടുള്ള ബീഫ് ഉണ്ട്. പിന്നെ ചീസ് ഉണ്ട്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്, തക്കാളിയൊക്കെ ഉണ്ട്, പിന്നെ ലെറ്റ്യൂസ് ഉണ്ട്. അങ്ങനെ എന്തൊക്കെയോ കുറച്ച് സംഭവം കൂടി ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ശരിക്കും ഈ കാണുന്ന സംഗതിയാണ് ടാക്കോസ്. അപ്പോൾ നമ്മുടെ ആൻസൺ ബ്രോ ഇത് ഓർഡർ ചെയ്തു. ഞാനും റേച്ചേട്ടനും ഇതിൻ്റെ തന്നെ ടാക്കോ റൈസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ആ ചപ്പാത്തിക്ക് പകരം കുറച്ച് ചോറാണ് ഉണ്ടാവുക, ബാക്കിയൊക്കെ ഈ സെയിം സംഭവം തന്നെ. അത് പക്ഷേ ഇതുപോലെ ഒരു പാത്രത്തിൽ ബൗളിൽ ഇങ്ങനെ വിളമ്പി തരിക ചെയ്യുന്നത്. മറ്റേത് ഇങ്ങനെ ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ വെച്ച് തരിക ചെയ്യാം. ഇതാണ് സംഭവം. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ടാക്കോ റൈസും കഴിച്ചിട്ട് ഇപ്പോൾ ഇതാ റൂമിലെത്തി. പക്ഷേ ഇതിനകത്ത് ടാക്കോ റൈസും മെക്സിക്കോ ആയിട്ട് യാതൊരു ബന്ധമില്ല. ഇല്ലല്ലേ? അത് ഓക്കനാവയുടെ ഒരു ഇൻവെൻഷൻ. അത് അമേരിക്കയിലൊന്നും ടാക്കോ റൈസ് ഞാൻ കണ്ടിട്ടില്ല. ഓ, ടാക്കോസ് ഉണ്ട്. ടാക്കോസ് മെക്സിക്കോ എന്ന് പറയുന്നതാണ്, മെക്സിക്കൻ ഫുഡാണത്. അതായത് ഈ ടാക്കോസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും മെയിൻ സംഗതി ആ ഒരു ചപ്പാത്തി അതില്ലെങ്കിൽ പിന്നെ ഹാർഡും ഉണ്ട്. നമുക്ക് ചപ്പാത്തി പോലെ സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയത്. ഹാർഡ് വേണമെങ്കിൽ ഒരു ഹാർഡായിട്ട് അത് അവർ ഡീപ് ഫ്രൈ ചെയ്തിട്ട് ആ ഷേപ്പിൽ വെക്കണം. പൂരി പോലെ ഉണ്ടാവും, കറുമുറുമായിട്ടുണ്ടാവും. സ്ട്രോങ് പൂരി അല്ലേ? അതിനേക്കാൾ നല്ല നമ്മൾ ഒരുമാതിരി നല്ലൊരു പോയിന്റ് അതാ. അപ്പൊ ഇതാണ്. പിന്നെ ആളുകൾ അതിന് ഇങ്ങനെ ചെറിയ മാറ്റമൊക്കെ വരുത്തിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കും. അപ്പൊ ഇവിടുന്ന് ഉണ്ടാക്കിയതായിരിക്കും ടാക്കോ റൈസ്. അതാണ് അവരോട് ടാക്കോ റൈസ് ഒക്കിനാവ എന്ന് പറയുന്നത്. ഒക്കിനാവയുടെ കണ്ടുപിടുത്ത. ഓക്കെ. എന്തായാലും നമ്മൾ ഇവിടെ വന്നിട്ട് പല രാജ്യങ്ങളുടെ പലതരം ഫുഡുകൾ പരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇത് ഇഷ്ടമായിട്ടോ, ഈ ഫുഡ് ഭയങ്കര ഇഷ്ടമായി. ഇതിനകത്ത് ആ ലെറ്റ്യൂസ് ഒക്കെ ഉള്ളത് കാരണം ഭയങ്കര ഫ്രഷ് ഫീൽ ഉണ്ട് അല്ലേ? പിന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ഭയങ്കര ഫ്രഷ്നെസ് ആണ്. നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്ന ചെയ്യും. അത് ഇവിടുന്ന് ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും ശരിക്കും ഫീൽ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, സെറ്റായി, വീട്ടിലെത്തി. ഇന്നത്തെ നടന്നു. ഇന്ന് 10,000 മാടിക്ക് മുകളിലെത്തി. നമ്മുടെ മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്തു. 10,000 ഫീറ്റ് നടന്നു. എന്തായാലും കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. ഇന്നൊരു ഭയങ്കര ലൈവ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. രാവിലെ തൊട്ട് ഒരു സെലിബ്രേഷൻ മൂഡായിരുന്നു. എവിടെ ചെല്ലുമ്പോഴും ഈ ഹോളിഡേ ആയത് കാരണം എല്ലാവരും ഭയങ്കര ആഘോഷ സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങളും ശരിക്കും എൻജോയ് ചെയ്തു അല്ലേ? എന്ത് ബിസി ആയാലും കൊണ്ടല്ലോ അവരുടെ കുടുംബജീവിതം കൊണ്ട് അവർ പാർക്കിൽ റിലാക്സ് ആയിട്ട് അതാണ് അവരുടെ കുടുംബജീവിതം അവരങ്ങ് എൻജോയ് ചെയ്താണ് ഫീൽ ചെയ്യാൻ പറ്റിയത്. ശരിക്കും അടിപൊളി. അപ്പോൾ നല്ലൊരു ടോക്കിയോ ദിവസം കൂടി ഇവിടെ അവസാനിക്കുന്നു. അപ്പം ഇനി വേറെ ഒന്നുമില്ല, ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കാണാം. റീച്ചേട്ടൻ്റെ ചാനലിലെ ലിങ്ക് താഴത്തുണ്ട്, അതൊന്ന് വീഡിയോ എടുത്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൂട്ട് റെക്കോർഡ്സും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക. അപ്പം അങ്ങനെ ബൈ.